നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ നിമിഷം ആരാണ് ചിന്തിക്കുന്നത്, അവർ എന്താണ് ചിന്തിക്കുന്നത്, അവരെന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ എടുത്തേക്കുന്ന കളേഴ്സ് ബ്ലാക്ക്, യെല്ലോ, ബ്ലൂ കേട്ടോ. ബ്ലാക്ക്, യെല്ലോ, ബ്ലൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. പിന്നെ എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല, പേഴ്സണൽ റീഡിങ് വേണം. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കരുത്. പേഴ്സണൽ റീഡിങ് വേണമെന്നുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും കേട്ടോ. ഞാൻ യെല്ലോ സെലക്ട് ചെയ്തൊരു റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നമുക്ക് ആദ്യം ഒരു ഓറക്കിൾ മെസ്സേജ് എടുക്കാം. ഇന്നലെ ഞാൻ മിനിഞ്ഞാന്ന് ഞാൻ കുത്തിയിരുന്ന് റീഡിങ് എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ റീഡിങ് പോസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ റീഡിങ് റെക്കോർഡായിട്ടില്ല. എനിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അന്നത്തെ റീഡിങ് വേണ്ടെന്നായിരുന്നു. ആ റീഡിങ് വേണ്ടാന്നൊരു നിമിത്തം ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കും അത് റെക്കോർഡ് ആവാതിരുന്നത് എന്തോ. പിന്നെ ഞാൻ എടുത്തില്ല, പിന്നെ ഇപ്പോഴായിരുന്നത്. ആ എനർജി പോട്ടെ എന്ന് വെച്ചു ഞാൻ. അപ്പോൾ അതേ റീഡിങ് ഇന്ന് എടുക്കാൻ പോവാണ്. നോക്കാം നമുക്കിത് ഇത് എടുക്കേണ്ട റീഡിംഗ് ആണോ എടുക്കേണ്ടാത്ത റീഡിംഗ് ആണോ എന്ന് ഇത് റെക്കോർഡായാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഞാനിത് റെക്കോർഡ് ചെയ്യാൻ നോക്കുകയാണ്. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓം ആണ് ഇവിടെ. ഓം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സൗണ്ട് ആണെന്ന് പറയുന്നത്, ശാന്തതയുടെ സൗണ്ട്. ഓം നമ്മൾ പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ മുഴുവൻ ഇതങ്ങ് നിറയാണ് അപ്പോൾ ഇതാണ് മെഡിറ്റേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സൗണ്ടാണ്. അപ്പോൾ നമ്മളുടെ സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടി ഈ സൗണ്ട് ഓം എന്ന് പറഞ്ഞ സൗണ്ട് അത് നമ്മളത് പറയുമ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെ നമ്മളെ അതിൻ്റെ ഉള്ളിലാക്കും. നമ്മൾ ഈ പറയുന്ന ശബ്ദം നമ്മളെ ഈ ശബ്ദത്തിൻ്റെ ഉള്ളിലാക്കും, മനസ്സിലായോ? അപ്പോൾ നമുക്ക് വളരെ അധികം ഗുണകരമായൊരു ശബ്ദമാണ് ഇതെന്ന് പറയുന്നത്. ഇത് നമ്മളിലുള്ളിൽ ശാന്തതയും സമാധാനവും ഉണ്ടാക്കും ഈ ശബ്ദം കേട്ടോ. ഭയങ്കര പവർഫുള്ളായൊരു സൗണ്ടാണിത്. അപ്പോൾ ഇത് നിങ്ങൾ ജപിക്കണം എന്നാണ് പറയുന്നത്. സെൽഫ് കൺട്രോളിന് വേണ്ടിയിട്ടുള്ള സൗണ്ടാണിത്. ഓക്കെ, അതാണ് നിങ്ങളുടെ ഓവറോൾ എനർജി ആയിട്ട് വന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു നിങ്ങളുടെ ഓവറോൾ എനർജി ഇത് ഓറക്കിൾ മെസ്സേജാണ്. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ എന്ത് എനർജിയിലാണ്, അതാണ് നമ്മൾ ആദ്യം നോക്കുക. എന്നിട്ട് നമ്മൾ ബാക്കി ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ, നിങ്ങളിപ്പോൾ എന്ത് എനർജിയിലാണ്? നിങ്ങൾക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ട്. നിങ്ങൾ ഏതോ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കാണ്, നിങ്ങൾക്ക് മുമ്പോട്ട് പോകണം എന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്നിട്ട് എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതിനെ എതിർത്ത് നിൽക്കുകയാണ്. വേണ്ട, ചേഞ്ച് വേണ്ട, മനസ്സിലായോ? എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രം മുമ്പോട്ട് പോയാൽ മതി എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പൂർത്തീകരണത്തിന് മുമ്പ് ഇവിടെ ഒരു വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് നിങ്ങൾ ശഠിച്ച് നിൽക്കുകയാണ്. ഇമോഷണൽ ആയിട്ടുള്ള എന്തോ ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, നമുക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്യാം.
ചില സമയത്ത് നമ്മൾ തന്നെ നമ്മളുടെ പുരോഗതിക്ക് ബ്ലോക്കായിട്ട് നിൽക്കും. ഇവിടെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. ടവർ മൊമെൻ്റ് ആണ് ഞാൻ എടുക്കുകയാണ്. 2 പ്രാവശ്യം അത് പുറത്തേക്ക് വന്നതുകൊണ്ടാണ്. പിന്നെ 2 ഓഫ് സ്വേർഡ്സും ആണ് കാണിക്കുന്നത്. ടവർ മൊമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അത്യാഹിതം, അത് പക്ഷേ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിലും അതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സമയം വേറെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ വേറൊരു കാർഡ് കാണിച്ചേക്കുന്ന 2 ഓഫ് സ്വേർഡ്സ് ആണ്. ഒരു ഡിസിഷൻ എടുക്കാനുണ്ട് നിങ്ങൾക്ക്, പക്ഷേ നിങ്ങൾ അതിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു അത്യാഹിതം നടന്നു, നിങ്ങളൊരു തീരുമാനം എടുക്കണം. നിങ്ങൾ തീരുമാനം എടുക്കാതിരുന്നത് കൊണ്ടാണ് ആ അത്യാഹിതം നടന്നത്. അത്യാഹിതം നടന്നത് നന്നായി, എന്നാലേ നിങ്ങളൊരു തീരുമാനം എടുക്കാൻ മുതിരുള്ളൂ. പക്ഷേ എന്നിട്ടും നിങ്ങൾ തീരുമാനത്തിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗുഡ്. നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം. ആരാണ് ഇപ്പോൾ ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഏത് സോഡിയാക് സൈൻ ആണെന്നാണ് കാണാൻ പോകുന്നത് കേട്ടോ. പിന്നെ ആള് എന്ത് തരം ആളാണ്? നിങ്ങളുടെ ഒപ്പം ജോലി ചെയ്യുന്ന ആളാണോ, ബന്ധുവാണോ? ഇതും കൂടെ നമുക്ക് നോക്കാൻ പറ്റും ഈ ചോദ്യത്തിൽ. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയ ഒരാളാണിത്. ഓക്കെ. ഇവിടെ സോഡിയാക് സൈൻസ് കാണിക്കുന്ന എരീസ്, ലിയോ, സാജിറ്റേറിയസും ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ആണ്. ഓക്കെ, അതാവണം എന്നില്ല. ഇവിടെ നമ്മൾക്ക് ആ സോഡിയാക് സൈൻസ് ആണ് കാണിക്കുന്നത്. പക്ഷെ നമ്മൾ മലയാളികൾ സോഡിയാക് സൈൻസ് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുകൊണ്ട് ഇവിടെ ക്യാരക്ടറിസ്റ്റിക് ആണ് പറയാൻ പോകുന്നത്. എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ പേഴ്സണുമായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്? അപ്പോൾ ഇത് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയ ഒരാളാണ്, പക്ഷേ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ട് എവിടെയും എത്തിയില്ല. എന്തൊക്കെയോ എത്തിപ്പിടിക്കാൻ വേണ്ടി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയതാണ്, പക്ഷെ എവിടെ എത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, തിരിച്ചു വരണോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ പേഴ്സൺ ഒരു പ്ലാനിങ് ഇല്ലാതെയാണ് പോയത്. എന്നുവെച്ചാൽ ഒരു വിചാരമില്ലാതെ എടുത്തു ചാടിപ്പോയതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഡിലേസ് ഒക്കെ വന്നു, വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. പിന്നെ മൊത്തത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആണ്. കുറച്ചൊരു പ്ലെയർ എനർജി ആയിരുന്നു ഈ പേഴ്സൺ, കുറച്ച് ഉഴപ്പുള്ള ആളായിരുന്നു. എന്നിട്ട് നിങ്ങളുടെ ഇതിൽ നിന്ന് പോയതാണ്. അപ്പം എന്തായാലും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ക്ലാരിഫൈ ചെയ്യുന്നതിന് 2 ഓഫ് വാൻസ് പ്ലാനിങ് ആണ്. ഓക്കെ. ഓവർ തിങ്കിങ്. ചില സമയത്ത് എന്തെങ്കിലും ആക്ഷൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്, പക്ഷേ ആക്ഷൻ എടുക്കണം ഇപ്പോൾ. കാരണം ഇതൊരു നിങ്ങളുമായിട്ട് ഡെസ്റ്റിനി ഉള്ള ഒരാളാണ്. നിങ്ങളുമായിട്ട് ഈ പേഴ്സൻ്റെ ലൈഫ് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. പേഴ്സണ് വേറിട്ട് പോയി കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഇവിടെ സോഡിയാക് സൈൻ കാണിക്കുന്നത് ക്യാൻസർ കാണിക്കുന്നുണ്ട്. പിന്നെ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, ഇത്രയുമാണ് സോഡിയാക് സൈൻ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട് ഈ പേഴ്സണ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ട്. അപ്പോൾ കാരണം ഇപ്പോൾ ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പോൾ നിങ്ങളാണ് ഈ പേഴ്സണൽ ലക്ക്. അത് ഈ പേഴ്സൺ അറിയില്ലായിരുന്നു. ഇനിയിപ്പോൾ തിരിച്ച് ആ ലക്ക് പിടിക്കണം, ഈ സമയം തിരിച്ചു പോകണം. 10 ഓഫ് കപ്സ് നിങ്ങളുമായിട്ട് അറ്റൈൻ ചെയ്യണം, തിരിച്ചു പിടിക്കണം. ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ നിങ്ങളോട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരണമെന്ന് വിചാരിക്കുന്ന ഒരാൾ, പക്ഷേ ഇവിടെ സക്സസ് ഉണ്ടാവുമെന്ന് പേടിച്ച് ഒരു ആക്ഷനും തൽക്കാലം എടുക്കാതിരിക്കുന്ന ഒരാളാണിത്. എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? അതിവിടെ നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണെന്നാലും നമുക്ക് ചോദിക്കാം. എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ മഞ്ഞ സെലക്ട് ചെയ്തവരെ കുറിച്ച് ചിന്തിക്കുന്നത്? എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത്? എന്താണ് കാരണമെന്നാണ് ഉദ്ദേശിച്ചത്? അതുകൊണ്ടാണ് ചിന്തിക്കുന്നത് നമുക്കറിയാം. എന്താണ് കാരണം? ഇത് ചിന്തിക്കാൻ എന്താണ് കാരണം? ഇതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, തല കൊണ്ടല്ലേ ചിന്തിക്കുന്നത്? യെസ്, അതെ എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഫൈൻ. അപ്പോൾ 3 ഓഫ് കപ്സും എംപററും പിന്നെ 5 ഓഫ് വാൻസുമാണ്.
3 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു, ഒരു ഫ്രണ്ട്ലി ഗ്രൂപ്പ്, ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു. വളരെ ക്ലോസ് ആയ 2-3 പേരാണിത് കേട്ടോ. ഒരു എന്താ പറയുക, ഭയങ്കര നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു ഇവിടെ. അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, പിന്നെ ഫ്രണ്ട്സിൽ നിന്ന് നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് പോയതാവാം. ഓക്കെ, ഇവിടെ ഫ്രണ്ട്ലി ഒരു സെലിബ്രേഷൻ, റീകൺസിലിയേഷൻ, ഹാപ്പിനെസ്, ഇതൊക്കെയാണ് കാണിക്കുന്നത്. എംപറർ ഉണ്ട്, ഒരു കൺട്രോളിങ് ഫാദർ ഫിഗർ ആവാം, മാരീഡായ ഒരു കുട്ടികളൊക്കെ ഉള്ള ഒരു വളരെ ധനികനായ ഒരു ക്യാരക്ടർ ആയിരിക്കാം. പിന്നെ ഇവിടെ കോമ്പറ്റീഷൻ, ഇവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ട്, അടിബഹളം നടക്കുന്നുണ്ട് പേഴ്സണൽ ലൈഫിൽ, ഇഷ്ടംപോലെ ബഹളമുണ്ട്. ഈ പേഴ്സൺ നിങ്ങളെ 2 ഓഫ് കപ്സ് ആയിട്ടാണ് കാണുന്നത്, അതുകൊണ്ടാണ് തിരിച്ചു വന്നത്. ഇപ്പോഴായിരിക്കും ചിലപ്പോൾ റിയലൈസേഷൻ. അപ്പോൾ നിങ്ങളുമായിട്ട് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ്. അപ്പോൾ അതൊരു 10 ഓഫ് പെൻറ്റക്കിൾസിലേക്ക് പോകണം, മനസ്സിലായി. റിലേഷൻഷിപ്പ് കെട്ടുപോകാൻ പാടില്ല, എന്താ പറയുക, ബ്രേക്ക് ആവാൻ പാടില്ല. അതാണ് ഈ പേഴ്സൻ്റെ ആഗ്രഹം. ഇവിടെ ഒരു മദർ ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നുണ്ട്. ഒരു സിംഗിൾ മദർ ഉണ്ടോ ഇവിടെ? അതോ നിങ്ങൾ മാരീഡ് ആയിരുന്നു? അതോ നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു? ലിവ് ഇൻ ടുഗെദർ ആയിരുന്നു? എന്തോ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നത്. ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആ റിലേഷൻഷിപ്പ് പോവുകയാണ് ചെയ്തത്. ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസും ക്വീൻ ഓഫ് പെൻറ്റക്കിൾസും ആണ് കാണിക്കുന്നത്. ഹസ്ബൻഡ് വൈഫ് ആയിരുന്നിരിക്കാം, ഒരു ഫ്രണ്ട്ലി ഗ്രൂപ്പ് ആയിരുന്നത്, ഒരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്ന 2 പേരാണ്. അവരാണോ വ്യത്യാസം വന്നത്? അപ്പോൾ ഈ നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണോ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണോ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾ? അപ്പോൾ ഇവിടെ ഒരു ചക്രവർത്തിയെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 ഓഫ് കപ്സ് കാണിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റിയിൽ 2 പേരായിരുന്നോ നിങ്ങൾ? ഇവിടെ ആ കമ്മ്യൂണിറ്റിയിലെ വേറൊരാളെ കാണിക്കുന്നുണ്ട്, എംപറർ. അപ്പോൾ ഇത് അതോറിറ്റി ആണോ? ഇതൊരു ഫാമിലി ഗ്രൂപ്പാണോ? ഇതൊരു ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പാണോ? ഇതൊരു കമ്മ്യൂണിറ്റി ആണോ? ഇതൊരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്, അതിൽ സീനിയർ മാനേജറാണ് പേഴ്സൺ. അപ്പോൾ ഈ പേഴ്സൺ ആണ് റിലേഷൻഷിപ്പ്. നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിരിക്കാം, ഒരാളുടെ ഭാര്യയോ ഭർത്താവോ ആയിരിക്കാം. പക്ഷെ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് ഈ എംപററാണ്. എംപററിൻ്റെ മനസ്സിൽ ഈ സിറ്റുവേഷൻ തീർന്ന പോലെ 10 ഓഫ് സ്വേർഡ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ എംപററിന് നിങ്ങളിൽ ഒരാളെ നോട്ടമുണ്ടായിരുന്നു. ആരാണ് റീഡിങ് കാണുന്നത്? ആ പേഴ്സണ് നോട്ടമുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വേറെ നിങ്ങളെ ചൂസ് ചെയ്ത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെയോ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ചൂസ് ചെയ്തുകൊണ്ട് ഈ എംപററിന് നിങ്ങൾ നഷ്ടപ്പെട്ടു. പക്ഷെ നിങ്ങളെ ട്വിൻ ഫ്ലെയിം ആയിട്ടാണ് ഈ പേഴ്സൺ ഈ എംപറർ കാണുന്നത് കേട്ടോ. അപ്പോൾ ഏരീസ് ആണത്, ഏരീസ് സോഡിയാക് സൈൻ ആണത്. അപ്പോൾ ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ഒരു നിങ്ങളായിട്ടൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഉള്ള ആളായിട്ടാണ് ആ പേഴ്സൺ കാണുന്നത്. ആ പേഴ്സൺ നിങ്ങളുമായിട്ട് 10 ഓഫ് പെൻറ്റക്കിൾസ്, ഒരു ഹാപ്പി എവർ ആഫ്റ്റർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിൽ കോമ്പറ്റീഷൻ ഉണ്ട്. കോമ്പറ്റീഷൻ ആരാണ്? നിങ്ങളുടെ ഇപ്പോഴത്തെ പേഴ്സണാണ്. അപ്പോൾ ഏസ് ഓഫ് വോൺസ് റിവേഴ്സാണ് കാണിക്കുന്നത്. ഇവിടെ പാഷൻ ഒന്നുമില്ല, ഒരു മോട്ടിവേഷൻ അല്ല മുമ്പോട്ട് വരാൻ വേണ്ടിയിട്ട്. നിങ്ങളുമായിട്ട് സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇതിനെ അനുകൂലിക്കുമെന്ന് ഈ പേഴ്സണ് തോന്നുന്നില്ല. അതിവിടെ ഒരു പ്രശ്നമാണ്. അപ്പം അതുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഇതാണ് ചിന്തിക്കുന്നത്, നിങ്ങളുമായിട്ടൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണുള്ളത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകാൻ പാടില്ല. ഒരു 10 ഓഫ് പെൻറ്റക്കിൾസ്, ഒരു ഹാപ്പി ഫാമിലി ലൈഫാണ് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൺ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? ഇവിടെ നമ്മൾ എംപറസ് റിവേഴ്സും ഹയറോഫാൻറ്റുമാണ് കാണിക്കുന്നത്. എംപറസ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക് ഉണ്ട്, ഇവിടെ ഒരു മൂവ്മെൻറ്റിന് ഒരു ബ്ലോക്ക് ഉണ്ട്. കാരണം നിങ്ങൾ ഓൾറെഡി ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് നിങ്ങൾ ഉഴപ്പും അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ പേഴ്സണിനെ വിട്ടിട്ട് ഈ പേഴ്സണിൻ്റെ അടുത്തേക്ക് പോകുമോ എന്നതിന് ഒരു തീർച്ചയില്ല ഈ പേഴ്സണ്, മനസ്സിലായോ? അതുമല്ല നിങ്ങൾ ഭയങ്കര റിലീജിയസ് ആണ്, ഈ പേഴ്സണും ഭയങ്കര റിലീജിയസ് ആണ്. അപ്പോൾ വളരെ ട്രഡീഷണലായ കൺസർവേറ്റീവായ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ ഈ പേഴ്സൺ മുമ്പിലേക്ക് വന്ന് ഇത് ഓക്കെ ഞാനിത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആക്കി കോളമാക്കി കൈ തരാം, നീ എന്നിട്ട് എൻ്റെ കൂടെ വരണം എന്നൊരു ചിന്ത ഈ പേഴ്സൺ ഇല്ല. ഈ പേഴ്സണ് കാരണം നമ്മൾ ചെയ്യുന്നതിന് തിരിച്ചടി കിട്ടുമെന്നൊരു ബോധമുള്ള ഒരാളാണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങളൊരു സ്റ്റാർ ആയിട്ടാണ് ഈ പേഴ്സൺ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റാർ ആകുമ്പോൾ ഈ ചക്രവർത്തിയുടെ ചക്രവർത്തിനിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ഓൾറെഡി മാരീഡാണ്, ചിലപ്പോൾ വൈഫുമായിട്ട് ഹാപ്പി അല്ലായിരിക്കാം, മനസ്സിലായോ? അപ്പോൾ ഈ പേഴ്സൺ ഒരു പേടിയുണ്ട്, വൈഫ് കണ്ടുപിടിച്ചാൽ ഭയങ്കര പ്രശ്നമാവും. ചിലപ്പോൾ ഇവിടെ ഒരു സെപ്പറേഷൻ്റെ ഇതായിരിക്കും, അല്ലെങ്കിൽ
ലീഗലി ഡിവോഴ്സിൻ്റെ സിറ്റുവേഷനിലേക്ക് പോകുമായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇതൊരു നിമിത്തമാണ്, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ചതായിരിക്കാം. നിങ്ങൾക്ക് ഈ പേഴ്സണിലൊരു കുഞ്ഞുണ്ടോ അറിയില്ല, അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ ചതിച്ചിട്ട് വേറെ ഒരു ആളെ, പൈസ ഉള്ള ഒരാളെ വിവാഹം കഴിച്ചിട്ടുണ്ടാവാം. എന്തായാലും ആ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആയില്ല. മീൻ വൈൽ നിങ്ങളും വേറൊരാളുമായിട്ട് വിവാഹം കഴിഞ്ഞു. അപ്പോൾ ഇനി ഇവരുടെ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകാത്തത് കൊണ്ട് ഈ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുക, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. നിങ്ങളോട് അങ്ങനെ ചെയ്തത് കൊണ്ടാണോ ഇനി മീൻസ് എൻ്റെ റിലേഷൻഷിപ്പിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ ഈ പേഴ്സൺ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പേഴ്സൺ ഭയങ്കര ടെൻഷനാണ്, ഇപ്പോൾ സ്ട്രെസ്സാണ് നിങ്ങളുടെ കാര്യം ഓർത്തിട്ട് നിങ്ങളുമായിട്ടുള്ള. അപ്പോൾ നിങ്ങളോട് മാപ്പ് പറയണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത്, അതായിരിക്കും 10 of Pentacles എന്ന് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് ഈ പേഴ്സൺ ചിന്തിക്കുന്നില്ല. അപ്പോൾ 10 of Pentacles എന്ന് പറഞ്ഞാൽ ഒരു സമാധാനം, മനസ്സമാധാനം, എല്ലാം പറഞ്ഞുറപ്പിച്ചു. ശരി, അപ്പോൾ ഇനി നമ്മളൊരു പ്രശ്നമില്ല, നിങ്ങൾ എന്നോട് ക്ഷമിച്ചു, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചു, ഇങ്ങനെ പറഞ്ഞ് പിരിയാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണ് ഞാൻ ട്വിൻ ഫ്ലെയിം കണക്ഷൻ കണ്ടുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് വെച്ചു. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് കാർഡ്സ് ആണ് പറയുന്നത് അല്ല, ഉദ്ദേശം അതല്ല. ഈ പേഴ്സൻ്റെ ലൈഫ് തിരിച്ചു പിടിക്കണം എന്നുണ്ട്. അതിന് ചിലപ്പോൾ നിങ്ങളുടെ ശാപം കൊണ്ടാണോ ഈ പ്രശ്നം ഉണ്ടായത്, അതിന് വേണ്ടി ഈ പേഴ്സൺ നിങ്ങളുടെ പുറകെ വന്ന് നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ നോക്കുകയാണ്. അത് നിങ്ങളുടെ ഭർത്താവിനെയോ ഭാര്യയോ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും ഈ പേഴ്സൺ വരുമ്പോൾ. മനസ്സിലായി? കാരണം അവരന്തം വിടുന്നു എന്താണെന്ന് ചിലപ്പോൾ അവർക്ക് അറിയായിരിക്കും. എന്തായാലും സിറ്റുവേഷൻ നിങ്ങളൊന്നും അറിയിപ്പിച്ചത് മാത്രം. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, അക്വാരിയസ്, ലിബ്ര, ജെമിനി ഭയങ്കര ടെൻഷനാണ്. ടോറസ്, ലിബ്ര, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ടോറസ്, ലിയോ, അക്വാരിയസ്, സ്കോർപ്പിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, Aries, Leo, Sagittarius, Taurus, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Cancer, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Scorpio, Aries, Leo, Sagittarius, Aries, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, അക്വാരിയസ്, ലിബ്ര, ജെമിനി. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇതാണ് യെല്ലോ സെലക്ട് ചെയ്തവരുടെ റീഡിങ്. ഇനി ഞാൻ പോകാൻ പോകുന്നത് ബ്ലൂ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് കേട്ടോ. ബ്ലൂ സെലക്ട് ചെയ്തവരുടെ റീഡിങ് നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്, നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ നിമിഷം ആരാണ് ചിന്തിക്കുന്നത്, അതാണ് നമ്മുടെ റീഡിങ്. ഓക്കെ, ഓറക്കിൾ മെസ്സേജ് എന്താണ്, ബ്ലൂ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? അല്ല, ഞാൻ നോക്കുന്നത് നമ്മളുടെ നേച്ചറിൻ്റെ ഒരു ഭഗവാൻ, ഒരു ഭൂമിയുടെ നേച്ചറിൻ്റെ ഒരു സിറ്റുവേഷനാണ്. മഴ പെയ്യുമെന്ന് പറയുന്നതിന് 31-ാം തീയതി കാലവർഷം ഇങ്ങോട്ട് എത്തുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര മഴയാണ്. അവിടെ യെല്ലോ അലേർട്ട്, റെഡ് അലേർട്ട്, ബ്ലൂ അലേർട്ട് ഒക്കെ അടിച്ചു വെച്ചിട്ട് 3 ദിവസമായിട്ട് മഴയില്ല, നല്ല വെയിലാണ്. അതിന് മുമ്പ് 2 ദിവസത്തോടെ വെള്ളം പെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മളുടെ കയ്യിലല്ല ഇതൊന്നും ഇരിക്കണമെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നാറുണ്ട് ചില സമയത്ത് കാലാവസ്ഥ ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിക്കും ദൈവത്തിൻ്റെ കയ്യിലാണ് ഇതൊക്കെ, എന്താവും നോക്കാം. അതുപോലെ തന്നെ പറയുന്നൊന്നും നടക്കാറില്ല. ദൈവത്തിൻ്റെ ഓരോ കളി. ചിലപ്പോൾ ദൈവം മാറിയെന്ന് ചിരിക്കുന്നുണ്ടാവും. ഭൂമിയാണോ ദൈവമാണോ മേഘങ്ങളാണോ ആരാ ചിരിക്കുന്നതെന്ന് അറിയില്ല. ഇവരിപ്പോൾ പറയും ഞാൻ കാണിച്ചു കൊടുക്കാൻ ഓരോ മാറിയെന്ന് ചിരിക്കേണ്ടത്. കോമഡിയാണല്ലേ മൊത്തത്തിൽ. ദൈവത്തിന് ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടെന്ന് തോന്നാറുണ്ട് ചില സമയത്ത്. നേച്ചറിനും എല്ലാവർക്കും, നമുക്ക് മാത്രമല്ല അപ്പോൾ സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ളത്. അപ്പോൾ ഓറക്കിൾ മെസ്സേജ് എന്താണ്, ബ്ലൂ സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? മെഡിറ്റേഷൻ, ഡിസ്കവർ യുവർ ട്രൂ സെൽഫ്. അപ്പോൾ നമ്മളെ തന്നെ മനസ്സിലാക്കണം എന്നാണ് ഈ കാർഡ് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മളെക്കുറിച്ചുള്ള ഒരു നമ്മളെ തന്നെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മൊത്തത്തിലൊരു അണ്ടർസ്റ്റാൻഡിങ് വരുന്നത്. ഇതുകൊണ്ടാണല്ലേ അങ്ങനെ വന്നത്, അതുകൊണ്ടാണല്ലേ അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായത്, അതുകൊണ്ടാണ് അതിൻ്റെ റിസൾട്ട് അങ്ങനെ വന്നത്. ഇത് നമുക്ക് ചിന്തിച്ചെടുക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി വരണമെങ്കിൽ നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ അറിയണം. പുറത്തുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്താണ്, നമ്മൾ ആരാണെന്ന് അറിയണം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ സിനിമയുടെ പേര്, കൊമ്പത്ത്, തേന്മാവിൻ കൊമ്പത്തിലെ
പപ്പു സാറിൻ്റെ ഡയലോഗ്സ് ഓർമ്മ വരും. അതായിട്ടൊരു ബന്ധമില്ല, സോറി കേട്ടോ. അത് വളരെ കോമിക്കലാണ് അല്ലേ, നല്ല രസമാണ് അത് കേൾക്കാൻ. ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞാൽ നമ്മളെ തന്നെ നമ്മൾ അറിയണം. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? അവിടെ ഒരു നിങ്ങളുടെ ഓവറോൾ എനർജി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 3 കാർഡ്സാണ് വന്നത്. അപ്പോൾ കിങ് ഓഫ് കപ്സും ഹൈ പ്രീസ്റ്റസും ജഡ്ജ്മെൻറ്റുമാണ് വരുന്നത്. കിങ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ വളരെ പ്രൊട്ടക്റ്റീവും കെയറിങ്ങുമായിട്ടുള്ള ഒരു രാജാവാണ്. വാട്ടർ സൈനാണ് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. ഈ പേഴ്സൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചുറ്റും കടലെഴുമ്പുമ്പോഴും വളരെ ശാന്തനായിട്ട് പെരുമാറുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ വെള്ളം നല്ല തണ്ണി അടിച്ച് വന്ന് കിറങ്ങി എത്ര കുടിച്ചെന്ന് അറിയില്ല. ഇവർ മീനാണല്ലോ, വെള്ളത്തിൽ കിടക്കുന്നതാണ്. അപ്പോൾ ഇവരെത്ര കുടിച്ചാലും അത് പുറമേ കാണില്ല, ഉള്ളിൽ കൺട്രോൾ ചെയ്ത് വെക്കും. എന്നിട്ട് ആൾക്കാരോട് വന്ന് വളരെ മാന്യമായിട്ട് സംസാരിക്കുന്ന, വളരെ നീറ്റായിട്ട് പെരുമാറുന്ന ഒരു ക്യാരക്ടറാണ്. ആർക്കും മനസ്സിലാവില്ല ഈ പേഴ്സൺ, അടുത്തറിയുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ഈ പേഴ്സൺ നല്ല തമിഴിലാണ്. അങ്ങനെ കൂടെയുള്ളൊരു ക്യാരക്ടറാണിത്. പിന്നെ വളരെ സെൽഫ് കൺട്രോൾ ഉള്ള ഒരാളാണ്. വളരെ സപ്പോർട്ട് ചെയ്യുന്ന, മറ്റുള്ളവരായിട്ട് ഇടപഴകാൻ നല്ലോണം അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഒരു ലീഡറാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പേഴ്സൺ മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് ഒക്കെ കേൾക്കാനും ക്ഷമയുള്ള ഒരാളാണ് കേട്ടോ. അതാണ് കിങ് ഓഫ് കപ്സ്. ഇവിടെ ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞാൽ വളരെ അറിവുള്ള ജ്ഞാനിയാണ്. അപ്പം ജ്ഞാനിയാവണമെങ്കിൽ നമ്മളുടെ അറിവിനെക്കുറിച്ച് നമ്മൾ അറിയണം. അപ്പോൾ നമ്മൾ ജ്ഞാനിയായി. നമ്മളുടെ അറിവിനെക്കുറിച്ച് നമ്മൾക്ക് അറിയില്ലെങ്കിലോ നമ്മൾ മൂഢനായി. അപ്പോൾ അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. അപ്പോൾ ഇത് ഏതാണ് നിങ്ങൾ? അവിടെയാണ് ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസറക്ഷൻ, രണ്ടാമതൊരു റിലേഷൻഷിപ്പ് ഇപ്പം ചത്തുപോയെങ്കിൽ അതിനെ നമ്മൾ പുനർജനിപ്പിക്കുന്നതിനാണ് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത്. ചില സമയത്ത് എന്താ പറ്റുകയെന്ന് വെച്ചാൽ ചിലർ നമ്മളെ ലൈഫിൽ കുറേ പേരുണ്ടാവും അഭിനയിക്കുന്നവർ. ആത്മാർത്ഥത ഒട്ടുമില്ല, ഭയങ്കര അഭിനയമാണ്, ഭയങ്കര സിമ്പതിയാണ്. അയ്യോ അങ്ങനെ പറ്റുമോ ഇങ്ങനെ. ചില സമയത്ത് അവരുടെ കള്ളത്തരം പുറത്ത് വരും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഇങ്ങനെയുള്ളവർ മറ്റുള്ളവരുടെ തലയിൽ കുറ്റം വെച്ച് കൊടുക്കാൻ നോക്കും. എന്നുവെച്ചാൽ ഞാൻ പെർഫെക്റ്റ് ആണ്, ബാക്കി എല്ലാവരും കൊള്ളില്ലാത്ത ആളുകളാണ് എന്നൊരു സ്വഭാവം കാണിക്കും. അതാണ് ഇവിടെ ജഡ്ജ്മെൻറ്റ്. അതുപോലെ തന്നെ ഇവിടെ ഒരു അന്ത്യനാളുകളിൽ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാവുമല്ലോ, തെറ്റും ശരിയും പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഓക്കെ ഇയാൾ ഇത്ര തെറ്റ് ചെയ്തു, ഇയാൾ ഇത്ര തെറ്റ് ചെയ്തു, ഇത്ര ശരി ചെയ്തു, ശരിയിൽ ഇതാണ് കൂടുതലെങ്കിൽ സ്വർഗത്തിൽ പോകാൻ, തെറ്റാണ് കൂടുതലെങ്കിൽ നരകത്തിൽ. അതൊരു ജഡ്ജ്മെൻ്റാണ്, അല്ല ഒരു തീരുമാനം. അതുമാവാതെ ഓക്കെ. അപ്പോൾ എന്തോ ഒരു തീരുമാനം ആവുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. നോക്കാം അത് അജ്ഞത കൊണ്ടുള്ളതാണോ പ്രശ്നമാണോ എന്നറിയില്ല. അപ്പോൾ കിങ് ഓഫ് കപ്സിനെ നിങ്ങൾ ഓവറോൾ എനർജിയാണ് നോക്കുന്നത്. 4 ഓഫ് സ്വേർഡ്സും 3ഉമാണ്. 3 എന്ന് പറഞ്ഞാൽ ഭയങ്കര സീക്രട്ടീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഈ കിങ് ഓഫ് കപ്സ് ഭയങ്കര സീക്രട്ടീവാണ്. അധികം ആക്ഷൻ ഒന്നും എടുക്കാത്ത ഒരു പുറകിൽ നിൽക്കുന്ന ഒരാളാണ്. ആക്റ്റീവായിട്ട് മുമ്പോട്ട് വരാത്ത ഒരു ക്യാരക്ടറാണിത്. വളരെ പാസീവായ ഒരു ക്യാരക്ടറാണ്. ഹൈ പ്രീസ്റ്റസിനെ ക്ലാരിഫൈ ചെയ്യുന്നത് 4 ഓഫ് വോൺസ് ആണ്. മാരേജ് ആണ്, സ്റ്റാർ ആണ്. ചിലപ്പോൾ നിങ്ങളൊരു അക്വേറിയസ് ആയിട്ട് മാരീഡ് ആയിരിക്കാം. സ്കോർപിയോ ഉണ്ട്, ഇവിടെ വെർഗോ പൈസസ് ഉണ്ട്, ക്യാൻസർ ഉണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ മാരേജ് ചെയ്തേക്കുന്നത് ഒരു സ്റ്റാറിനെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയത്ത് നിങ്ങൾക്കൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടാകും. കാരണം സ്റ്റാർ ആകുമ്പോൾ പോപ്പുലറായ ഒരാളാകുമ്പോഴത്തേക്കും അയാൾക്ക് ഫാൻസ് കൂടുതലായിരിക്കും. എവിടെ പോയാലും ആൾക്കാർ അവരെ മനസ്സിലാക്കും. ഫാൻസ് കൂടുതൽ. ഞാൻ ഈ ആക്ടേഴ്സൊക്കെ ഫാമിലിയുടെ കൂടെ പോകുമ്പോൾ അവർ ശ്രദ്ധിക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവർ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ ഭയങ്കര നല്ലൊരു ചേട്ടനായിട്ട്, ഭർത്താവായിട്ട്, അപ്പനായിട്ട്, അമ്മയായിട്ട്, ചേച്ചിയായിട്ടൊക്കെ കാണിക്കും അവർ. അപ്പോൾ പക്ഷേ നമ്മളവരെ കാണുമ്പോൾ അവരെങ്ങനെയാണ് അവരുടെ ഫാമിലിയോട് പെരുമാറുക, അതിലാണ് ഞാൻ അവരെ ജഡ്ജ് ചെയ്യാറ്. ജഡ്ജ് ചെയ്യുന്നല്ല, ഞാൻ ആരുമല്ല അവർ ജഡ്ജ് ചെയ്യാൻ, എന്നാലും അവരെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് ഓരോരുത്തരുടെ ക്യാരക്ടർ. അപ്പോൾ വളരെ ഭയങ്കര ഫേമസ് ആയ ഒരാൾ, അയാൾ മീൻസ് അവർ ചില സമയത്ത് ഭയങ്കര ഫേമസ് ആയ ആൾക്കാർ അവരുടെ ഫിലിമിലൊക്കെ ഭയങ്കര നല്ല ഭർത്താവ് അങ്ങനെയൊക്കെ ആയിരിക്കും, മക്കളോട്
സ്നേഹമുള്ള അച്ഛനൊക്കെ ആയിട്ട് പെരുമാറുന്ന ആൾ, വളരെ മനുഷ്യ സ്നേഹിയായിട്ടുള്ള ഒരാൾ ഒക്കെ അങ്ങനെയുള്ള നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴാണ് നടന്നു വരുമ്പോൾ ഈ പേഴ്സൺ മുമ്പിൽ നടക്കാൻ നോക്കുന്ന, ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ പുറകിൽ, പിന്നെ ഭാര്യ കൊച്ചിനെ എടുത്തുകൊണ്ട് നടക്കുക. ആൺകുട്ടിയാണ്, ഇത്തിരി വെയിറ്റ് ഉണ്ടാവും, ഭാര്യയാണ്, ഭാര്യയ്ക്ക് അധികം ആയിട്ടില്ല, അതുകൊണ്ട് ഇയാൾ മുമ്പിൽ നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇയാൾ കാറിൻ്റെ അടുത്തെത്തിയപ്പോൾ ഡോറ് തുറക്കാൻ നോക്കിയപ്പോൾ ഡോറിങ്ങനെ തുറക്കാനായിട്ട് തുറക്കാം. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും, ഭാര്യയ്ക്ക് കയറാനാണ്, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ പേഴ്സൺ ഡോറ് തുറന്നിട്ട് ഭാര്യനോട് പറഞ്ഞ് അപ്പുറത്തൂടെ കൊച്ചിനെ എടുത്തുകൊണ്ട് അവർ മാറി ചുറ്റി അപ്പുറത്തെ ഡോറ് തന്നെ തുറന്ന് അവരകത്ത് കയറി. ഇത് കണ്ടപ്പോഴാണ് ഓരോരുത്തരുടെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ സിനിമയിൽ കാണുന്ന, അവരെ ആരാധിക്കുന്ന നമ്മൾ മണ്ടന്മാരായി. കാരണം അവരതല്ല, അവരുടെ റിയൽ ക്യാരക്ടർ വേറെയാണ്. മനസ്സിലായെന്ന് എനിക്കറിയില്ല, എന്നാലും അതാണ് ഞാൻ കണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കും. നിങ്ങളൊരു സ്റ്റാറായിട്ടാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്, പക്ഷേ പബ്ലിക്കലി കാണിക്കുന്ന സ്വഭാവമല്ല ഈ പേഴ്സൺ പ്രൈവറ്റ് ലൈഫിൽ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ജഡ്ജ്മെൻറ്റിനെ ക്ലാരിഫൈ ചെയ്യുന്നത് ഫാദർ ഓഫ് വോൺസ് ആണ്, സർപ്പമാണ്. കുറച്ച് വിഷമുള്ളൊരു സാധനമാണ്. പക്ഷേ ഇവിടെ ഒരാൾക്ക് ആ വിഷത്തിലുള്ള സർപ്പത്തിനോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ആ വിഷസർപ്പത്തിനെ രണ്ടാമത് റിസറക്റ്റ് ചെയ്ത് കൊണ്ടുവരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതിലേതാണ് നിങ്ങൾ? അറിയില്ല, എനിക്കറിയാൻ വേണ്ട, എന്നാലും ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഓക്കെ, ഫൈൻ. പിന്നെ അപ്പോൾ ആരാണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത്? അതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു അറിവില്ല എന്ന്, അതുകൊണ്ടാണ് നിങ്ങളോട് ഡിസ്കവർ യുവർ ട്രൂ സെൽഫ്. മറ്റുള്ളവരുടെ നിഴലിൽ ജീവിക്കേണ്ട ആളാണോ നിങ്ങൾ എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ആരാണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത്? ഒരു ക്വീൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ഇവിടെ കിങ് ഓഫ് കപ്സ്. ഇത് നിങ്ങളുടെ വൈഫോ ഹസ്ബൻഡോ ആരെങ്കിലും ആണോ? ഓക്കെ, അപ്പോൾ ക്വീൻ ഓഫ് കപ്സ്, 7 ഓഫ് പെൻറ്റക്കിൾസും ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉള്ള ഒരാളാണ് ഈ പേഴ്സൺ കേട്ടോ. ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ഈ പേഴ്സണ് ക്ഷമയില്ല ഒട്ടും. എപ്പോഴും എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അത് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടണമെന്നാണ്. അപ്പോൾ അൺകണ്ടീഷണൽ ലവ് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് മിസ്യൂസ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണിത്. അപ്പോൾ പിന്നെ വളരെ സാറ്റിസ്ഫൈഡ് ആയ, ലേസി ആയ ഒരാളാണ്. എല്ലാം മറ്റുള്ളവർ ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മടിയനോ മടിച്ചിയോ ആയ ഒരു ക്യാരക്ടർ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ക്വീൻ ഓഫ് കപ്സ് ആരാണ്? ഓക്കെ, ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഇവിടെ. അപ്പോൾ ഈ നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സണിൻ്റെ തേർഡ് പാർട്ടി ആയിരിക്കാം കേട്ടോ. ഇവിടെ ഒരു ക്ലാരിറ്റി, ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് അയക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. അപ്പോൾ ആരാധകരിൽ ഒരാളാണോ നിങ്ങൾ? ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉള്ള ഒരാളാണ്. എന്താണ് ട്വിൻ ഫ്ലെയിം കണക്ഷൻ കാണിക്കുന്നത്? ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾക്കൊരു ഓഫർ തരാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഈ പേഴ്സൺ ഒരു ലവറായിട്ടാണ് കാണുന്നത് കേട്ടോ. ഒരു ബോണ്ട് ഉണ്ട് നിങ്ങൾ തമ്മിൽ. ട്വിൻ ഫ്ലെയിം കണക്ഷനിൽ നിന്ന് ഇത് ഡെവലപ്പ് ചെയ്തിട്ട് ലവേഴ്സായിട്ട് മാറി. ഇവിടെ വേറൊരു പേഴ്സൺ ഓൾറെഡി ഒരു കമ്മിറ്റഡ് പാർട്ട്ണർ ഉണ്ട്, അത് കൂടാതെയാണ് നിങ്ങൾ. അപ്പോൾ ഈ പേഴ്സൺ സാറ്റിസ്ഫൈഡ് ആണ് സിറ്റുവേഷനിൽ കേട്ടോ. ഈ പേഴ്സൺ ആണ് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത്. ഇവിടെ സോഡിയാക് സൈൻ ജെമിനായി കാണിക്കുന്നുണ്ട്. ജെമിനായി ആണ് മെയിനായിട്ട്. പിന്നെ ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനായി, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഓക്കെ, ഈ സോഡിയാക് സൈനാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെ ഈ പേഴ്സൻ്റെ ലൈഫിൽ തളച്ചിടാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നമുക്ക് നോക്കാം. ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? എംപ്രസ്. അപ്പോൾ നിങ്ങൾ നല്ല കാണാൻ മോശമല്ലാത്ത, വളരെ സെൽഫ് സഫിഷ്യൻ്റായ ഒരാളായിരിക്കാം. വളരെ കെയറിങ് ആയ, നർച്ചറിങ് ആയ, നിങ്ങൾക്ക് ഇഷ്ടംപോലെ പെറ്റ്സ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ മാരീഡ് ആയിരിക്കാം, ഡിവോഴ്സ്ഡ് ആയിരിക്കാം, കുട്ടികളുള്ള ആളായിരിക്കാം. ഓക്കെ, അപ്പോൾ ഭയങ്കര ഇഷ്ടംപോലെ പണമുള്ള ഒരാളാണ് നിങ്ങൾ കേട്ടോ. അപ്പോൾ വളരെ ഡിസിപ്ലിൻഡ് ആയ ആളാണ്. അപ്പോൾ തന്നെത്താനെ സമ്പാദിച്ച കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്തുള്ളത്. ഒരു എംപ്രസ് ആണ് നിങ്ങൾ, അങ്ങനെയാണ് കാണുന്നത്. ഡെത്ത് റിവേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഈ പേഴ്സൺ നിങ്ങളെ ഓക്കെ, നിങ്ങൾ പവർഫുൾ ആണെങ്കിലും, നിങ്ങൾ ഇത്രയും പൈസ ഉണ്ടെങ്കിലും, നിങ്ങൾ ഡിവോഴ്സിയോ അല്ലെങ്കിൽ ഹസ്ബൻഡ് മരിച്ച ആരെങ്കിലും ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ പാടില്ല നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ ഈ പേഴ്സൺ ഞാനിവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുകയാണ്. ഈ പേഴ്സൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട്. ഈ പേഴ്സൺ സ്വാർത്ഥനാണ്, സ്വാർത്ഥതയുള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങളോട് കാണിക്കുന്നത്
ഒരു വേറൊരു ക്യാരക്ടറാണ് ഈ പേഴ്സൺ വൈഫിനോട് കാണിക്കുന്ന വേറൊരു ക്യാരക്ടറാണ്, വൈഫിനോടോ ഹസ്ബൻഡിനോടോ കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്തിനാണ് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ ഈ പേഴ്സണെ കൺട്രോളിൽ വരുത്തണം. നിങ്ങളുടെ ലൈഫിൽ വേറെ ആരും പാടില്ല. ഈ പേഴ്സണ് ഫുള്ളായിട്ട് നിങ്ങളെ കിട്ടണം. എംപറർ കാണിക്കുന്നുണ്ട്, നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റണം ഈ പേഴ്സൺ, അതാണ്. പക്ഷേ വളരെ സ്ലോ ആയിട്ടാണ് ഈ പേഴ്സൺ വരുന്നത്. ആക്റ്റീവായിട്ട് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല, അതാണ് ഇതിൻ്റെ വ്യത്യാസം. നിങ്ങളെ ഒരു ലൈഫ് പാർട്ട്ണർ ആക്കാൻ ഈ പേഴ്സൺ ആഗ്രഹമില്ല. ആക്റ്റീവായിട്ട് 4 പേര് കാണുക, നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ വേറെ ആരെയും ഇഷ്ടപ്പെടാൻ പാടില്ല. ഈ പേഴ്സൻ്റെ സ്വന്തമായിരിക്കണം നിങ്ങളായിട്ട് റിലേഷൻഷിപ്പ് ഇല്ല. ഇത്രയും സെൽഫിഷ് ആയ ഒരു ക്യാരക്ടറിനെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാണ് ഈ പേഴ്സൻ്റെ മനസ്സിലെ ചിന്ത, ഇതാണ് ചിന്തിക്കുന്നത്. എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ ഈ പേഴ്സൺ? എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? ഒരു ആക്ഷൻ എടുക്കാൻ വഴിയില്ലെന്ന് തോന്നുന്നു. കാരണം ഓൾറെഡി കമ്മിറ്റഡ് ആണ് പേഴ്സൺ, വളരെ റെസ്പോൺസിബിൾ ആണ് ഫാമിലിയോട്. അയ്യോ, കുഞ്ഞുവാവ ആരോ കൊടുക്കുന്ന കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പേഴ്സൺ ആക്ഷൻ എടുക്കുമോ? അങ്ങനെയാണെങ്കിൽ എന്ത് ആക്ഷൻ എടുക്കുക? ഈ പേഴ്സൺ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? അങ്ങനെയാണെങ്കിൽ എന്ത് ആക്ഷനാണ് എടുക്കുക? ഒരു പ്ലെയർ എനർജിയാണ് ഈ പേഴ്സൺ കേട്ടോ. നിങ്ങളോട് ഭയങ്കര അട്രാക്ഷനാണ് ഈ പേഴ്സണ്. നിങ്ങളുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് വേണം എന്നുണ്ട് പേഴ്സൺ കേട്ടോ. കൂടുതലും നിങ്ങളുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് വേണം. എന്നാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്ഥാനം ഈ പേഴ്സണ് വേണം. ആ പേഴ്സൻ്റെ ലൈഫിൽ ഒരു സ്ഥാനം നിങ്ങൾക്കില്ല, മനസ്സിലായി? നിങ്ങളെ 4 പേരുടെ മുമ്പിൽ പരിചയപ്പെടുത്തില്ല. അപ്പോൾ കാരണം ഈ പേഴ്സൺ ഭയങ്കര നാരോ മൈൻഡഡ് ആയിട്ടുള്ള ഒരാളാണ്. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഭയങ്കര കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ഇങ്ങനെയായിരിക്കണം ജീവിതം, ഇങ്ങനെയായിരിക്കണം വൈഫ്, ഇങ്ങനെയായിരിക്കണം ഹസ്ബൻഡ്, ഇങ്ങനെയായിരിക്കണം ലൈഫ്, ഇങ്ങനെയായിരിക്കണം ആണാണെങ്കിൽ ഇങ്ങനെയായിരിക്കണം പെണ്ണാണെങ്കിൽ, അങ്ങനത്തെ ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ. അവരുടേതായ മനസ്സിൽ കുറേ ഐഡിയാസ് ഉണ്ട്. അതുപോലെ അപ്പോൾ എത്രയൊക്കെ പൊസിഷനിൽ എത്തിയാലും, ഏതൊക്കെ സിറ്റുവേഷനിൽ പോയാലും, ഏത് നാട്ടിൽ പോയാലും അവരുടെ ഈ മെൻറ്റാലിറ്റി മാറില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണിത്. അപ്പോൾ ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഹോളിഡേ റൊമാൻസാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളായിട്ട്. എന്ന് വെച്ചാൽ ഒളിച്ച് കളിച്ചുള്ള ഒരു റൊമാൻസ്. മിക്കവാറും നിങ്ങൾ മീറ്റ് ചെയ്യുക പോലുമില്ല. അപ്പോൾ ഈ പേഴ്സൺ ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. നിങ്ങളുമായിട്ട് റൊമാൻസ് വേണം, പക്ഷെ നിങ്ങൾ ചെല്ലണം. ആ പേഴ്സൺ ഇങ്ങോട്ട് വരില്ല. അതാണ് ഈ പേഴ്സൻ്റെ പ്രത്യേകത. ഭയങ്കര ഒളിച്ച് കളിയുള്ള ഒരു ക്യാരക്ടറാണ്, മൈൻഡ് ഗെയിംസ് കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ 3 of Cups എന്ന് പറഞ്ഞാൽ റീകൺസിലിയേഷൻ ആഗ്രഹിക്കുക. അപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോൺടാക്റ്റ് ആയിരിക്കണം ചിലപ്പോൾ, അതുകൊണ്ടാണ് റീകൺസിലിയേറ്റ് ആക്കുന്നത്. പക്ഷേ ഈ പേഴ്സൺ ആക്ഷൻ എടുക്കില്ല, നിങ്ങൾ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പം നിങ്ങളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന ഒരു കാലത്ത് അത് വളരെ നല്ലതായിരുന്നു ഈ പേഴ്സണ്. അത് കഴിഞ്ഞ് നിങ്ങളായിട്ട് സെപ്പറേറ്റഡ് ആയി, നിങ്ങൾ ഇപ്പോൾ നോ കോൺടാക്റ്റിലാണ്. അപ്പോൾ നിങ്ങൾ പക്ഷേ ബ്ലോക്ക് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ഈ പേഴ്സൻ്റെ അടുത്തേക്ക് ചെല്ലുന്നില്ല, മെസ്സേജോ കോളോ ഒന്നുമില്ല. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ കോളിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടോ ഇവിടെ 7 of Pentacles ഒക്കെ, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടേം പ്ലാനാണിത്. പക്ഷേ ലോങ് ടേം പ്ലാനിൽ പോസിബിലിറ്റി ഇവിടെ എൻഡാണ്. എന്നുവെച്ചാൽ അങ്ങനെയൊന്നുമില്ല. ഈ പേഴ്സണ് മൂടുള്ളപ്പോൾ നിങ്ങൾ പേഴ്സണോട് സംസാരിക്കണം, മൂടില്ലാത്തപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാട്ട് നോക്കി പോകണം. ഇതാണ് ഈ പേഴ്സൺ. ഇത്രയും സ്വാർത്ഥതയുള്ള ആളുകളുണ്ട് ലോകത്തും. അതാണ് ഈ പേഴ്സൻ്റെ ക്യാരക്ടർ. വളരെ സെൽഫിഷായ ഒരു ക്യാരക്ടറാണ്. വേണോ നിങ്ങൾക്ക് ഈ പേഴ്സണ്? അവിടെ കിടന്ന് ആലോചിക്കട്ടെ. സ്കോർപ്പിയോ നിങ്ങളല്ല, ആ പേഴ്സൺ പെണ്ണോ ആണോ എനിക്കറിയില്ല. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ഏരീസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, സ്കോർപ്പിയോ, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Gemini, Taurus, Virgo, Capricorn, Taurus, Libra, Cancer, Pisces, Scorpio. പേഴ്സൺ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. പക്ഷെ എന്നാലും നിങ്ങളോട് പ്രത്യേക അട്രാക്ഷൻ ഉണ്ട്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ക്യാൻസർ. ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സൻ്റെ പുറകെ പോകാത്തതുകൊണ്ടായിരിക്കാം. നിങ്ങൾ സെൽഫ് സഫിഷ്യൻ്റ് ആണ്, നിങ്ങൾ ആരുടെ ആവശ്യമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഓക്കെ, നിങ്ങൾ ഫ്രീ ആണ്. ആദ്യം മേ ബി നിങ്ങൾ ഭയങ്കര സീരിയസ് ആയിരുന്നായിരിക്കും, പക്ഷേ ഇപ്പോഴും നിങ്ങൾ ഡിറ്റാച്ച് ചെയ്തു. അപ്പോഴാണ് ഈ പേഴ്സണ് പണി കിട്ടിയത്. അക്വേറിയസ്, ലിബ്ര, ജെമിനി, അക്വേറിയസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, വെർഗോ, പൈസീസ്, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. അപ്പോൾ ഇത്രയുമാണ് രണ്ടാമത്തെ റീഡിങ്ങിൻ്റെ
സോഡിയക് സൈൻസ്. ഇനി ഞാൻ ലാസ്റ്റ് റീഡിങ്ങിലേക്ക് പോകുന്ന ബ്ലാക്കിൽ സെലക്ട് ചെയ്ത് വരുന്ന റീഡിംഗ് ആണ്. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് എടുക്കാം. ഓറക്കിൾ മെസ്സേജ് എന്താണ്? ബ്ലാക്ക് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? സ്നേക്ക് പ്യൂരിഫൈ ത്രൂ യുവർ ത്രോട്ട് ചക്ര എന്ന് വെച്ചാൽ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം. വായിൽ നിന്ന് പോകുന്ന വാക്കുകൾ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം വാക്കുകൾ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങൾ ഭയങ്കര ദേഷ്യത്തിലായിരിക്കും ചിലപ്പോൾ. നിങ്ങളുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി 3 of Cups. നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണമെന്തോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ നിങ്ങൾക്ക് ഭയങ്കര അഹങ്കാരമാണ്. എനിക്ക് ഇത്രയും നല്ല ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും ഫാമിലി സപ്പോർട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ചിലർ തോന്നിവാസം കാണിക്കും. നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ എവിടെ ചെയ്ത് കുഴി ചെന്ന് ചാടിയാലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടെന്ന് അറിയുമ്പോൾ ചില സമയത്ത് നമ്മളൊന്ന് വഴി തെറ്റും. നമ്മൾ ആൾക്കാരോട് വെറുതെ അവരുടെ മെക്കിട്ട് കയറി വഴക്കുണ്ടാക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് പെട്ടെന്ന് എനിക്ക് തോന്നിയത്. അറിയില്ല, എന്തായാലും ഒരു റീകൺസിലിയേഷൻ അല്ലെങ്കിൽ ഒരു രണ്ടാമതൊരു റീയൂണിയൻ അതൊക്കെ ആവാനും വഴിയുണ്ട്. ക്ലാരിഫൈ ചെയ്യുന്ന 10 of Swords. അപ്പോൾ ഇവിടെ എന്തോ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിരുന്നു. അവിടെ 4 of Cups എന്ന് പറഞ്ഞാൽ റിജക്ഷൻ, മാറി നിന്ന് ആലോചിക്കുക, ഇതൊക്കെയാണ് ഉദ്ദേശം. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഏതൊരു ഫ്രണ്ട്സായിട്ട് ബ്രേക്കപ്പ് ആയോ, അതോ നിങ്ങൾ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ ഭയങ്കര പെയിൻഫുൾ, നിങ്ങൾ ബിറ്റർ ചെയ്താണോ ആ പേഴ്സൺ ആണോ? 10 of Swords എന്ന് പറഞ്ഞാൽ വളരെ പെയിൻഫുള്ളായ, വളരെ ചതിയും വഞ്ചനയും ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് അവസാനിച്ചു എന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ എന്നാലും അതിൽ കടിച്ചു തോന്നുന്ന ആരോ ഒരാളാണ്. അപ്പോൾ പഴയ കാര്യങ്ങൾ ആലോചിച്ച് അയവിറക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങൾ. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ നമ്മളെ പുറകിലെ ഒരാൾ, നമ്മളെ വേദനിപ്പിച്ച് കടന്നുപോയ ഒരാൾ നമ്മളെ ലൈഫിലേക്ക് ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മൾക്ക് ഫ്രസ്ട്രേഷനാണ്. നമ്മളെ ഇൻസൾട്ട് ചെയ്ത് വന്നാൽ നമ്മളെ സ്നേഹത്തിന് വില വെച്ചില്ല, നമ്മളെ വില വെച്ചില്ല, എന്നിട്ടാണ് പോയത്. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ ചീത്തയും വിളിയും നാണക്കേടും ഒക്കെ സഹിച്ച് നമ്മൾ നിൽക്കുമ്പോഴാണ് ഈ പേഴ്സൺ തിരിച്ചു വരുന്നത്. അപ്പോൾ നമുക്ക് അതിനോട് 4 പറയാൻ തോന്നില്ലേ? തോന്നും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കുന്നത് പറയുന്നത്. ഓക്കെ, ആരാണ് നിങ്ങളെക്കുറിച്ച് ഈ നിമിഷം ചിന്തിക്കുന്നത്? ഇതാണ് നമ്മൾ നോക്കുന്നത്. ആരാണ് നിങ്ങളെക്കുറിച്ച് ഈ നിമിഷം ചിന്തിക്കുന്നത്? നിങ്ങളെക്കുറിച്ച് ഈ നിമിഷം ആരാണ് ചിന്തിക്കുന്നത്? ഇവിടെ ഒരു ക്വീൻ ഓഫ് വാൻഡ്സ് ഉണ്ട്, ഒരു പൈസീസ്, ഹാങ്ഡ് റിവേഴ്സ് വന്നിട്ടുണ്ട്, കിങ് ഓഫ് പെന്റക്കിൾസ് ഉണ്ട്, ഫൂൾ ഉണ്ട്, അക്വയറീസ്, ഏരീസ്, ലിയോ ഉണ്ട്, സ്ട്രെങ്ത്, പിന്നെ ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇത്രയും പേര് സോഡിയക് സൈൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ക്വീൻ ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ ധൈര്യമുള്ള, എന്ന് പുറമേ കാണിക്കുന്ന, ഉള്ളിൽ ഭയങ്കര ഭീരുവാണ് കേട്ടോ, പക്ഷെ പുറമേ ധൈര്യം കാണിക്കുന്ന ഒരു എനർജിയാണത്. പിന്നെ എല്ലാവരും പ്ലീസ് ചെയ്യാൻ നോക്കുന്ന, ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കുന്ന, ഇൻഡിപെൻഡൻ്റ് ആണ്, സ്വയം ജോലി നോക്കാനും എല്ലാമാണ്, പക്ഷെ ഇമോഷണലി ഇൻഡിപെൻഡൻസ് കുറവാണ് ഇവർക്ക്. അതുപോലെ പെർഫെക്റ്റ് ആണെന്ന് കാണിക്കാൻ തത്രപ്പെടുന്ന ഒരാളാണിത്. ദേഷ്യം വന്നാൽ ഇവരെക്കാളും ഇതായിട്ട് വേറൊരു ക്യാരക്ടർ ഉണ്ടാവില്ല. ഭയങ്കരമായിട്ട് അനാവശ്യം പറയുന്ന ഒരു ക്യാരക്ടറാണിത്. പിന്നെ നമുക്ക് ഹാങ്ഡ് മാൻ റിവേഴ്സ് ആണ് വരുന്നത്. ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞാൽ, ഹാങ്ഡ് മാൻ അപ്രൈറ്റ് വന്നു കഴിഞ്ഞാൽ സമയമായിട്ടില്ല, ഇനിയും സമയമുണ്ട് എന്നൊരർത്ഥം വരും. ഇവിടെ തിരിച്ച് വന്ന് റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ ഓക്കെ, സമയമില്ല, എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കണം എന്നാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ആയിരിക്കും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണിത്.
നൈറ്റ് ഓഫ് പെട്ടെന്ന് ആക്ഷൻ എടുക്കണം. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് റിവേഴ്സ് വന്നാൽ ഫാസ്റ്റ് മൂവിങ് ആണ്. അല്ലെങ്കിൽ നേരെ വന്നു കഴിഞ്ഞാൽ ഇത്രയും സ്ലോ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു നൈറ്റ് ഇല്ല. പക്ഷേ ഇത് റിവേഴ്സ് ആയതുകൊണ്ട് ഇത് വളരെ ഫാസ്റ്റായിട്ട് ആലോചിക്കാതെ മുമ്പോട്ട് വരാൻ പോകുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇതാണ് പേഴ്സണിൻ്റെ ചിന്ത. എത്രയും പെട്ടെന്ന് ബ്ലാക്ക് സെലക്ട് ചെയ്തവരെ കോൺടാക്ട് ചെയ്യണം. ഫുൾ കാർഡ്. അപ്പോൾ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത്. അപ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ഈ പേഴ്സൺ പോയേക്കുന്ന ലൈഫിൽ. തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നാൽ ഇടി കിട്ടും അല്ലെങ്കിൽ ചീത്ത കേൾക്കുന്നറിയാം, എന്നാലും ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് ഫ്രണ്ട്സൊക്കെ പുറകിൽ നിന്ന് വേണ്ട പോവണ്ട പണിയാവും. അവിടെ ചെന്ന സിറ്റുവേഷൻ നമുക്കറിയില്ല. ചിലപ്പോൾ ആങ്ങളമാരും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അവിടെ നിൽപ്പുണ്ടാവും തല്ലാനായിട്ട് എന്ന് പറയുമ്പോൾ ഈ പേഴ്സൺ ഞാൻ പോയി സോൾവ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് പോരുന്ന ഒരാളാണ്. അപ്പോൾ സ്ട്രെങ്ത് കാർഡ് എന്ന് പറഞ്ഞാൽ ധൈര്യമില്ല. ഞാൻ പറഞ്ഞില്ല ധൈര്യം കുറവാണ്. പക്ഷെ എന്നാലും ധൈര്യം സംഭരിക്കാനുള്ള ശ്രമത്തിലാണ്. ഞാൻ വലിയ ധൈര്യശാലിയാണ് എന്ന് പറഞ്ഞിട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഭയങ്കര ഇമോഷണലി ഭയങ്കര ഇമ്മച്യൂർഡായ ഒരാളാണ്. മൊത്തത്തിലൊരു ഇമ്മച്യൂരിറ്റി ഉണ്ട്. ഈ പേഴ്സണാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് നമുക്ക് നോക്കാം. എന്താണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ചിട്ട്? ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങൾ ഭയങ്കര മിസ്റ്റീരിയസ് ആണ്. നിങ്ങൾ ഈ പേഴ്സണെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ഭയങ്കര ജ്ഞാനമാണ്. സിക്സ് സെൻസ് ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ കള്ളത്തരത്തിൽ കൂടെ ചെയ്തിരുന്ന പല കാര്യങ്ങളും ഈ പേഴ്സൺ പറയാതെ തന്നെ, ആരും പറയാതെ തന്നെ നിങ്ങൾ കണ്ടുപിടിച്ചു. ഇതെങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ചു? ഇതൊരു വല്ലാത്തൊരു ചോദ്യമായിട്ട് ഈ പേഴ്സൻ്റെ മനസ്സിലിരിക്കുന്നത്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുന്നുണ്ട്, എങ്ങനെയാണ് എൻ്റെ കള്ളത്തരം ഈ പേഴ്സൺ, ഞാൻ ആരും അറിയാത്ത പല കാര്യങ്ങളും നിങ്ങളെങ്ങനെ കണ്ടുപിടിച്ചു? ഇതാണ് ഈ പേഴ്സൺ ആലോചിക്കുന്നത്. അപ്പോൾ അല്ലാതെ നിങ്ങളോട് പാഷനൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. മോട്ടിവേഷനൊന്നുമില്ല നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട്. വലിയ പാഷനൊന്നുമില്ല, സ്നേഹമൊന്നുമില്ല, ഇതൊന്നുമില്ല. ഈ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു? അപ്പോൾ ഈ പേഴ്സൺ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചിന്ത എന്താണെന്ന് വെച്ചാൽ, ഈ ബ്ലാക്ക് സെലക്ട് ചെയ്തവർ ഞാൻ പോലും അറിയാതെ ഞാൻ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ആരോടും പറഞ്ഞിട്ടില്ല. ഇത് ഇവരെങ്ങനെ അറിഞ്ഞു? ഇതാണ് അറിയാനായിട്ട് വരുന്നത്. ഡെത്ത് കാർഡ്. എന്താണ്? തീർന്നു, റിലേഷൻഷിപ്പ് കഴിഞ്ഞു. ഒരു സ്നേഹമായിരുന്നു ഇവിടെ, പക്ഷേ ആ റിലേഷൻഷിപ്പ് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. വെർഗോ പേഴ്സൺ നല്ലോണം നുണ പറയുന്ന ആളാണ്. അപ്പോൾ ഒരു സ്റ്റാറാണ്. അപ്പം നിങ്ങളിപ്പോൾ ഭയങ്കര ഫേമസ് ആയ ഒരാളാണ് കേട്ടോ. അപ്പോൾ നിങ്ങളോട് നുണയായിട്ട് പറയാൻ വരികയാണ്. നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പുറകെ വരുന്നത്, എനിക്കൊരു വഴികാട്ടി ആവണമെന്നാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ആക്ച്വലി ഇതൊന്നും അല്ല ഉദ്ദേശം. നിങ്ങൾ എങ്ങനെയാണ് ഈ പേഴ്സൻ്റെ കാര്യങ്ങൾ കണ്ടുപിടിച്ചതെന്ന് ഈ പേഴ്സൺ അറിയണം. അപ്പം നിങ്ങൾ ഇത് നിങ്ങൾക്ക് ഈ പേഴ്സൺ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടുത്തം കിട്ടും. അതുകൊണ്ടാണ് നിങ്ങൾ സംസാരം സൂക്ഷിച്ച് യൂസ് ചെയ്യുന്നത്. കാരണം ചിലപ്പോൾ നിങ്ങൾ പൊട്ടിത്തെറിക്കും, പിന്നെ വായി തോന്നുന്നതൊക്കെ വിളിച്ച് പറയായിരിക്കും. മനസ്സിലാണോ? അത്രയും നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയ ആളാണ്. അപ്പോൾ നിങ്ങൾക്കൊരു നിലയും വിലയുണ്ട്. നിങ്ങളൊരു സ്റ്റാറാണ്. അപ്പോൾ നിങ്ങളിൽ നിന്ന് ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ക്യാരക്ടറുണ്ട്. അത് വിട്ടിട്ട്, അതല്ലാതെ ചില റിയാലിറ്റി ഷോസിൽ കാണിക്കുന്ന പോലെ നമ്മൾ ചീത്തയായിട്ട് പെരുമാറരുത്. അത്രയുള്ളൂ. അതാണ് കാണിക്കുന്നത്. എന്തായാലും ഇവരെന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? ഈ കാർഡ് ഞാൻ നേരത്തെ കണ്ട പോലെ ഇതിൻ്റെ കൂടെ വന്നാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ എടുക്കണം. ആക്ച്വലി നമുക്ക് വേറെ എടുക്കണം. മജിഷ്യൻ എന്നാണ് പറയുന്നത്. കുറച്ച് മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. മാജിക്കുകാരൻ മാനിപ്പുലേറ്റീവ് അല്ലേ? ഇല്ലാത്ത കാര്യങ്ങൾ നമ്മളെ നടക്കുന്നുണ്ട് എന്ന് വിശ്വസിപ്പിക്കുന്നവരാണ് മജീഷ്യൻസ്. അപ്പോൾ ഇവിടെ ഒരു കൺകെട്ട് വിദ്യയാണ് ഈ പേഴ്സൺ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നൊസ്റ്റാൾജിക്കാണ് നിങ്ങളുടെ കാര്യത്തിൽ. അപ്പോൾ 2 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നുണ്ട്. 2 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റൈസ് ചെയ്തിട്ടില്ല. ഈ പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ വേറെ കുറേ കാര്യങ്ങളുണ്ട്. പ്രയോറിറ്റി വേറെ കുറേ കാര്യങ്ങളാണ്. നിങ്ങളല്ല പ്രയോറിറ്റി. നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഈ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? ആക്ഷൻ എടുക്കുകയാണെങ്കിൽ എന്ത് ആക്ഷനാണ് ഈ പേഴ്സൺ എടുക്കുക? അതാണ് നമ്മൾ ചോദിക്കുന്നത്. സൺ കാർഡ് റിവേഴ്സാണ് വരുന്നത്. കള്ളത്തരം വരുന്നുണ്ട്. 7 ഓഫ് സ്വേർഡ്സ്. വളരെ സ്ലോ ആയിട്ട് ഈ പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നു. ടെൻഷനുണ്ട്. പിന്നെയും നിങ്ങൾ സ്റ്റാറാണ്. അപ്പോൾ അതുണ്ട് കാര്യം. അതുകൊണ്ട് നിങ്ങളോട് സൂക്ഷിച്ചിടപെടണം എന്നറിയാം. നിങ്ങൾക്ക് കുറേ ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ എന്നറിയാം. 2 ഓഫ് കപ്സ്. അപ്പോൾ നിങ്ങൾക്കൊരു ലവ് ഓഫർ തരും ഈ പേഴ്സൺ കേട്ടോ. പക്ഷേ അത് ഗുണമില്ല. പേഴ്സൺ ഭയങ്കര കള്ളത്തരം ഉള്ളത് കേട്ടോ. ഈ 7 ഓഫ് സ്വേർഡ്സ് ഉണ്ട്. കള്ളത്തരമാണ് കാണിക്കുന്നത്. നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി വരുന്ന ഒരു ആളാണ്. സൂക്ഷിക്കുക.
ഒരു കാര്യം അറിഞ്ഞാൽ മതി, നിങ്ങൾ എങ്ങനെയാണ് ഈ പേഴ്സണെ കുറിച്ചുള്ള. അപ്പോൾ ഇനി നിങ്ങളുടെ ഈ പേഴ്സൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞതാണോ, വളരെ വൈരാഗ്യ ബുദ്ധിയുള്ളൊരു എനർജിയാണ്. നിങ്ങൾ എങ്ങനെയും കണ്ടുപിടിക്കണം എന്നാണ്. വളഞ്ഞ് നേരെ കിട്ടിയില്ലെങ്കിൽ വളഞ്ഞ് ഇതിൽ നമ്മൾ കുപ്പിയിൽ എന്തെങ്കിലും സാധനം എടുക്കാൻ പോകുമ്പോൾ നേരെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ വളഞ്ഞ് വരേണ്ടത് അതുപോലെ എടുക്കും ഈ പേഴ്സൺ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണത്. നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി വരുന്നതാണ്. നിങ്ങളിൽ നിന്ന് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും നിങ്ങളോട് നിങ്ങളോടല്ല, നിങ്ങളോട് ഇത് പറഞ്ഞെങ്കിൽ ആരെങ്കിലും അവരോട് പ്രതികാരം ചെയ്യാനുമാണ് വരുന്നത്. നിങ്ങൾക്ക് കുറേ ഓപ്ഷൻ ഉണ്ടെന്ന് ഈ പേഴ്സൺ അറിയാം. എന്നാൽ ഈ പേഴ്സൺ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നിങ്ങളെ ഇനിയും റിലേഷൻഷിപ്പിന് വേണ്ടി കിട്ടുമെന്നറിയാം. അതിനാണ് 2 ഓഫ് കപ്സ് നിങ്ങൾ ഓഫർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. വളരെ കള്ളത്തരമുള്ള ഒരാളാണ്. നിങ്ങളെ ഫേമസ് ആയതുകൊണ്ട് ഇപ്പം നിങ്ങളെ കിട്ടിയാൽ കൊള്ളാം, നിങ്ങളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും മതി. മനസ്സിലാവുണ്ടോ? അതാണ് കാരണം. ഇപ്പോൾ ഈ പേഴ്സണൽ ലൈഫിൽ വേറെ ആരൊക്കെയും ഉണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആരാണ് നിങ്ങളെ ഇപ്പോൾ ചിന്തിക്കുന്നതെന്നുള്ള റീഡിങ്ങിൻ്റെ ഫുൾ റീഡിങ് ഇതാണ്. അപ്പോൾ ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിങ് നിർത്തുകയാണ്. വേറെ റീഡിങ്ങുമായി വീണ്ടും വരാം. സി യു, ബൈ ബൈ.